നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വ്യഭിചരിക്കുന്നതും വ്യഭിചരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരാൾ അബദ്ധവശാൽ വ്യഭിചരിച്ചു പോയി, അയാൾ ഒരു ഹറാമാണ് ചെയ്യുന്നത്, ഗുരുതരമായ ഒരു ഹറാമാണ് ചെയ്യുന്നത്. അതുപോലെയല്ല അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, പക്ഷെ അയാൾ ചോദിക്കണം ഇതിലെന്തോ കുഴപ്പമെന്ന്. അയാൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് അയാൾ പുറത്തു പോകും. കാരണം ആ ചോദ്യത്തിൽ മറ്റേത് ചെയ്തിയിലൂടെ അയാൾ അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളെ നേർവഴി പറഞ്ഞു തരാനുള്ള അധികാരത്തെ അല്ല അയാൾ ചോദ്യം ചെയ്യുന്നത്. അയാൾക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയി, ചെയ്യാൻ പാടില്ല എന്ന് അയാൾ വിശ്വസിക്കുന്നു. വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന് അയാൾ വിശ്വസിക്കുന്നു. പക്ഷേ അബദ്ധത്തിൽ പറ്റിപ്പോയി, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പെട്ടുപോയി. അയാൾ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും. പിന്നെ ആ പണി ചെയ്യാതിരുന്നാൽ മതി. ഇത് അയാളെ ജീവിതത്തിൽ ഇതൊന്നും ഇയാൾ രണ്ടാമത് പറഞ്ഞ ആൾ ജീവിതത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണമെന്നും അയാൾക്ക് ആഗ്രഹമില്ല. പക്ഷെ അയാൾക്കൊരു നിലപാടുണ്ട്, എന്താണ് ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ളത്. മറ്റേ ആൾ അത് ചെയ്തപ്പോഴും ഇസ്ലാമിൽ തന്നെ നിൽക്കും, പക്ഷെ ഇയാൾ ഇതൊന്നും ചെയ്യാതിരുന്നപ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതിൻ്റെ കാരണം ഇതാണ്, മറ്റേ ആൾ അള്ളാഹുവിൻ്റെ നേർവഴി കാണിച്ചു തരാനുള്ള അധികാരത്തെ അല്ല ചോദ്യം ചെയ്യുന്നത്. ചെയ്ത ആൾ താൻ ചെയ്ത് തെറ്റാണെന്ന് അയാൾ സമ്മതിക്കും. ഇയാൾ നേർവഴി അള്ളാഹുവിൻ്റെ നേർവഴി പറഞ്ഞു തരാനുള്ള അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതിലൂടെ.